ഹായ് ഹലോ സോനസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണല്ലോ. എന്നാ കറി ഉണ്ടാക്കണേ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എന്നാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാടാ ഉണ്ടാക്കണേ തമ്പുരു? എന്നാ കറി ഉണ്ടാക്കണ്ടേ? കൂണും വെച്ച് വല്ല കറി ഉണ്ടായിരുന്നു. കൂണുണ്ടോ? തോരൻ ഉണ്ടാക്കണോ കറി ഉണ്ടാക്കണോ? കറി. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് കൂണ് കിട്ടി കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന്. എന്നാൽ പിന്നെ നമുക്കിന്ന് കൂണ് കറി ഉണ്ടാക്കിയാലോ? ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. കുഞ്ഞുവാവയാണെങ്കിൽ വായിൽ കടിച്ച് പിടിക്കുക. നമുക്കൊന്ന് കറി ഉണ്ടാക്കിയാലോ? അതിന് കൂണ് കറി ഉണ്ടാക്കാൻ ആദ്യം ഞങ്ങൾ ഒരു കടായി എടുക്കുക. വറക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് തേങ്ങ, കടായി ചൂടായ ശേഷം കുറച്ച് തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾളം, മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചായിരിക്കും കേട്ടോ. ഞാൻ 1.5 സ്പൂൺ ഇടുവാണ്. ഇനി മല്ലിപ്പൊടി, മല്ലിച്ചപ്പെന്നാണ് പറയാൻ വന്നത്, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ. അതൊന്ന് ഫ്രൈ ആവണ്ടേ. ഫ്രൈ ആകാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ കുറച്ച് കുരുമുളകാണ്. കുരുമുളകും കൂടെ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എടുത്തില്ല, ഓരോ ആൾക്കാർ ഇടുന്നതനുസരിച്ചായിരിക്കും കേട്ടോ. ഇനി ഇത് ഒന്ന് ഫ്രൈ ആയി വരണം. പതിയെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ശരിക്കും ഒന്ന് ഫ്രൈ ആവണം, അടി പിടിക്കാതെ വേണം ഇളക്കാൻ. ഇത് മഴക്കാലമൊക്കെ അല്ലേ. കൂണ് സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ കിട്ടാറുണ്ട്. ഇടി വെട്ടുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ ഫസ്റ്റ് മഴ വരുമ്പോൾ കൂണ് കിട്ടാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറില്ല. അപ്പം ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കുക ചെയ്യണത്. അപ്പം കടയിൽ നിന്ന് കിട്ടിയപ്പം എന്ന് ഈ പച്ചക്കറി എന്താ ഉണ്ടാക്കണേ, വെറൈറ്റി കറി ഉണ്ടാക്കാനും പറ്റുമില്ല, സെയിം കറികളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ പറയണത് കൂണ് കറി ഉണ്ടാക്കണമെന്ന്. അപ്പം കൂണ് കറി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റല്ലേ. തോരനുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വറുത്തരച്ചുണ്ടാക്കുവാണെങ്കിൽ അതിനേക്കാളും നല്ല സൂപ്പറല്ലേ. അപ്പം അങ്ങനെ കൂണ് കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ അത് ഫ്രൈ ആവണം, നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇത് ഫ്രൈ ആയ ശേഷമുള്ളതാണ്. നാറം വെച്ചിട്ട് മിക്സിയിലേക്ക് അരയ്ക്കണം. ആ തേങ്ങയും മസാലയൊക്കെ ഉണ്ടല്ലോ, വറുത്ത് വരുമ്പോൾ അവസാനം ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാവേ. അങ്ങനെ ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. കൂണ് കറി ഉണ്ടാക്കാനുള്ള ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ആ ഗ്യാപ്പിൽ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാവേ. തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, 2 ഉണ്ടമുളക് കേട്ടോ, കണ്ടോ. പിന്നെ ഈ എണ്ണ തിളച്ച് വരുന്ന ഗ്യാപ്പിൽ കുറച്ച് ഇതിടാം, കടുകിടാം കേട്ടോ. കടുകിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആവട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വരണ സമയത്തുണ്ടല്ലോ പെട്ടെന്ന് അത് ഫ്രൈ ആവേ. ഇനി ബാക്കിയുള്ള സവോള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ.
ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഈ ഗ്യാപ്പിലൊരു ഇച്ചിരി ഉപ്പിടാവേ. 1 ടീസ്പൂൺ ഉപ്പിടാം കേട്ടോ. 1 സ്പൂൺ ഉപ്പിട്ടിട്ട് ശരിക്കും ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെക്കാം. കുറച്ച് മഞ്ഞൾവെള്ളം ഇടാം. ഇത് മഞ്ഞളാണ്. മഞ്ഞൾവെള്ളം ഇട്ടിട്ട് ബാക്കി മസാലകളെല്ലാം നമ്മൾ ഇത് എന്താ പറയുക, മസാല അരയ്ക്കുമ്പോൾ വറുത്തരച്ചരയ്ക്കുമ്പോൾ ഇട്ടായിരുന്നല്ലോ. ഈ മഞ്ഞളും കൂടെ മഞ്ഞളും ഇട്ട ശേഷം ഒരു ഗരം മസാല കൂടെ ഇടുന്നുണ്ട്. വേറെ എല്ലാം ഞാൻ ബാക്കി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാടൻ കരിയാപ്പില കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ശരിക്കും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കണേ. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുന്ന ഗ്യാപ്പിൽ കുറച്ചേരം ഇങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. ഇനി മഞ്ഞളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചില്ലേ, ഈ കൂണൊക്കെ മഞ്ഞളത്തിലിട്ട് വെച്ചായിരുന്നു. കൂണ് നല്ല ഗുണമുള്ളതാണ് കേട്ടോ. നല്ല ഗുണമുള്ള സാധനമാണ്. അതായത് പാൽ കൊടുക്കുന്ന അമ്മമാർക്കില്ലേ, ഫീഡിങ് മദർസിന് നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പം എനിക്ക് എന്നോട് പറഞ്ഞത്, ഞാൻ ഡെലിവറി ആയ സമയത്ത് ഞാൻ ഇത് കഴിക്കുമ്പോൾ എല്ലാവരും നഞ്ചാന്ന് പറയുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തപ്പം അവൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ഇത് നഞ്ചൊന്നുമല്ല, ഇത് നല്ല പാല് കൊടുക്കാൻ നല്ല ഗുണമുള്ള സാധനമാണ്, പാലും വരും, ഫീഡിങ് മദർസിന് പാല് വരാൻ നല്ല സാധനമാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ ശരിയാണ്, പാല് വരാൻ നല്ല പറ്റിയ സാധനമല്ലേ. അപ്പം കൂണുകൊണ്ട് മഷ്റൂം ഫ്രൈ അങ്ങനെ പല പല ഡിഷസൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് മഷ്റൂം ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മഷ്റൂം ഫ്രൈ ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ, പെപ്പർ ഫ്രൈ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല എരിവ് വേണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് മസാലയൊക്കെ. ഇനി നമുക്ക് ഏകദേശം അതിൻ്റെ എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്തരച്ച മറ്റേ ഇതില്ലേ, അരച്ച ആ തേങ്ങയുടെ മസാല ഉണ്ടല്ലോ, ആ തേങ്ങയുടെ ബാറ്റർ ഒന്ന് ഒഴിക്കാം കേട്ടോ. അരച്ചുകൊണ്ടുള്ള സാധനം ഇടാതെ നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ നാളായ കൂണ് കിട്ടിയിട്ട്. അതും കൂടെ ഇട്ടാൽ ഫൈനായിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കൊന്ന് കൂട്ടി ചേർത്ത് എല്ലാം യോജിപ്പിച്ചിട്ട് വേണം ശരിക്കും ഒന്ന് ഇളക്കാൻ കേട്ടോ. അടി പിടിക്കാതെ വേണം എല്ലാം ഉണ്ടാക്കാൻ. മസാലകളൊക്കെ വറുക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ആക്കൂലേ, ഫ്രൈ ആവണ സമയത്ത് ചെറിയ തീയിൽ വേണം വെച്ചിട്ട് നമ്മളത് മസാലയിലൊന്ന് പൊടികളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില പെട്ടെന്ന് ഇതായി പോകും. പിന്നെ കൂണിൻ്റെ ആ മേൽഭാഗം ഉണ്ടല്ലോ, ആ മേൽഭാഗമൊക്കെ ഇത് പെട്ടെന്ന്
ഇത് നമ്മൾ വറുത്തിട്ട് നമ്മളെല്ലാം മസാല അരച്ച കാരണം നമ്മളത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് കൂണ് കേട്ടോ. ഇനി ഞാൻ ആ മേൽഭാഗം ഇല്ലേ, ആ ഭാഗം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാൻ കടയിൽ മേടിച്ച കാരണം അതിൻ്റെ ആവശ്യമില്ല. അതിലെല്ലാം ക്ലീൻ ചെയ്ത് കിട്ടിയെന്ന് അവർ പറഞ്ഞത്. എല്ലാം റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിലെല്ലാം അവർ ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കാറെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടല്ല, അതിൻ്റെ മേൽഭാഗം തൊലിയൊക്കെ ഉണ്ടാവും, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറോ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മേലത്തൊക്കെ എടുത്ത് തൊലിയുടെ സൈഡിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് താഴെ ഭാഗത്തുള്ള അതിൻ്റെ നീളത്തിലൊരു സംഭവം ഉണ്ടോ, അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. എല്ലാവർക്കും അറിയണ കാര്യം കേട്ടോ, അറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏകദേശം ഒരു സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഉപ്പിടാം. അതിനകത്ത് ഉപ്പിടുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചും കൂടെ, അന്നേരം ഞാൻ ഒരു സ്പൂൺ ഇട്ടായിരുന്നു, അപ്പോൾ ഒരു സ്പൂണും കൂടി ഇടുവാണേ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിമ്മായിട്ട് കാണണത്. ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊച്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് വേവട്ടെ കേട്ടോ. അവസാനം കൂണ് കറി നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പിന്നെ ഉണ്ടല്ലോ, ഈ കൂണിൽ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വിറ്റമിൻസ്, ഡൈജഷൻ ആവാൻ നല്ല സാധനം എന്നാണ് പറയണത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നല്ല ഡിമാൻഡുള്ള സാധനമാണ് കേട്ടോ, എല്ലാ സമയത്തും കിട്ടൂല. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാമേ. തക്കാളിയുടെ ആ പുളിയും മസാല എല്ലാം ചേർത്തതിൻ്റെയും പിന്നെ ആ കൂണും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേറൊന്നും വേണമെന്നില്ല. പിന്നെ എനിക്ക് അച്ചാർ മസ്റ്റ് വേണ്ട സാധനം, അതുകൊണ്ട് പിന്നെ അച്ചാർ ഇച്ചിരി സൈഡിൽ വെച്ചെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ.